think one of my favorite scenes, it's definitely climaxൽ നടക്കുന്ന ആ ട്വിസ്റ്റ്. ഈ കമ്മലിടുന്ന സമയത്ത് മിററില് ഈ പുറകുന്ന് ഈ ഷംനാഥയുടെ വിളിയില് ഇവർ ടോട്ടൽ മറ്റേ പൊളിഞ്ഞു പോയല്ലോ. It was damn fun to do it. അത് ഞാൻ എങ്ങനെ ചെയ്തു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. എനിക്ക് മദർഹുഡ് എന്ന് പറയുമ്പോൾ റെസ്പെക്റ്റ് ലൈക്ക് കൂടി. ഞങ്ങളെല്ലാവരും ഡോളിയമ്മയുടെ റൂമിൽ പോയി ലൈനിൽ ഇങ്ങനെ നിൽക്കും. കാരണം ഡോളിയമ്മ കൈ വായിക്കും, മുഖം വായിക്കും, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യും, പാസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യും, അഡ്വൈസ് തരും. അപ്പൊ എല്ലാരും ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ നിന്നിട്ട് അത് എന്റെ മനസ്സിൽ പോവില്ല. എൻഡ് ചെയ്യുന്നതിന് മുന്നേ, ക്ലൈമാക്സിന് മുന്നേ ഞാൻ ഒന്നുള്ളിൽ കയറി ഞാൻ താഴൊന്നും ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നോക്കുക. ലൈക്ക് ഫുൾ ഗോസ് ബംസ്. ലൈക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ക്യൂ സ്റ്റുഡിയോയിൽ ഫർസാന, വെൽക്കം. താങ്ക് യു. ആദ്യമേ അഭിനന്ദനങ്ങൾ. പോസ്റ്റ് റിലീസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ആളുകൾ ഈ പറഞ്ഞ ചെറിയ ഫേസ്ബുക്ക് നോട്ട് മുതൽ എഴുതിയിടുന്ന കൂട്ടത്തിൽ ഫർസാനയുടെ പേരുണ്ട്, പെർഫോമൻസ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് കാണുമ്പോൾ ചോദിക്കണമെന്ന് തോന്നിയിരുന്നു. സിനിമ ആദ്യം കണ്ടപ്പോഴും ഞാൻ ഭയങ്കര ഹുക്ഡ് ആയ ഒരു പോയിന്റ് ആയിരുന്നു ഈ ഫർസാനയുടെ ഒരു ക്ലോസ് ഷോട്ടിൽ മകനെ അന്വേഷിച്ചു വരുന്ന സമയത്തേക്ക് മകൻ അവിടെ ഇല്ല, പിള്ളേരെ ഓടി കളിക്കുന്നത് കാണുന്നു. തിരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ അമ്മ വരുമെന്ന് പറയുന്നൊരു ക്ലോസ് ഷോട്ടാണല്ലോ. ഭയങ്കര മിസ്റ്റിക്കലാണ്, ഹോണ്ടിങ് ആണ്. എവിടെയോ ഹൊറർ ഉണ്ട് അതില്. ഇവരൊരു കൈൻഡ് ഓഫ് ടോക്സിസിറ്റി ആയിരിക്കാം. എന്താണെങ്കിലും ആ ഫ്രെയിമിൽ കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ ക്ലൈമാക്സ് വരെ പിന്നെയുള്ള ഗിയർ ഷിഫ്റ്റ്, കഥയുടെ പോക്ക്, നറേറ്റീവ് എല്ലാം ലോക്കായിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ ഡയറക്ഷൻ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി അറിയായിരുന്നു ഈ ലൈൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ലൈൻ ആയിരുന്നു എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറയിൽ നോക്കിയിട്ട് അവനോട് പറയുന്ന സെയിം വഴി തന്നെ പറയാം. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് ഓഡിയൻസിനെ ഹിറ്റ് ചെയ്യണം എന്നുള്ള മാത്രം ഉള്ളൂ. ആ ഡയറക്ഷൻ മാത്രം തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇത്തിരി ടഫായിരുന്നു. കാരണം എനിക്ക് അവനെ നോക്കിയിട്ട് എന്താ പറയാ, ദേഷ്യത്തിൽ സംസാരിക്കാൻ അത്രക്ക് എനിക്ക് പറ്റില്ല. ഞാൻ യൂഷ്വലി പേഴ്സണലി ഒരു ഭയങ്കര ഒരു ക്വയറ്റ് പേഴ്സൺ ആണ്. അപ്പോൾ ആരോടും ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യാൻ അങ്ങനത്തെ ഒരു ടോണിൽ ഞാൻ സംസാരിക്കാറില്ല. അപ്പൊ ഇവന്റെ മുഖം നോക്കിയിട്ട് എങ്ങനെയാ. സോ ഇറ്റ് വാസ് എ വെരി ലിറ്റിൽ ബിറ്റ് ഓഫ് എ ഡിഫിക്കൽട്ട് സീൻ ഫോർ മീ. അത് വേർഡ്സോ അങ്ങനെ എനിക്ക് ഫ്ലോ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ആ ഇമോഷൻ വെച്ചിട്ട് അവനെ നോക്കി ആ വഴി പറയുന്നത്. അപ്പോ ക്ലോസപ്പ് വന്നപ്പോ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോ അവനില്ലല്ലോ, ഇനിയിപ്പോ ക്യാമറ നോക്കി പറഞ്ഞ പോലെ അത് കുഴപ്പമില്ല. ഭയങ്കര ഒരു ഈ പറഞ്ഞ ഹോണ്ടിങ് മെജസ്റ്റിക് ഫ്രെയിം ആയിട്ടും മൊമെന്റും ആയിട്ട് തോന്നിയതായിരുന്നു. ഈ ബെഡിൽ തോക്കും പിടിച്ച് കിടക്കുന്നു, മകൻ അടുത്ത് വന്ന് കിടക്കുന്നു. അതിൽ 2-3 ഡയലോഗ് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, മണിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരിയുടെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, സമാധാനം, ഉത്തരം പറയണ്ട, ചോദ്യങ്ങളില്ല. അത് ഭയങ്കര ഒരു പെർഫോമർ എന്ന രീതിയിൽ എനിക്ക് കാണുന്ന സമയത്തൊക്കെ ഫർസാനയുടെ ഭയങ്കര ഒരു മൊമെന്റ് ആയിട്ട് തോന്നിയ സീക്വൻസ് ആയിരുന്നു. നല്ല ഐ മീൻ ഫ്രം ഷോർട്ട് ഡിവിഷൻ മുതൽ അതിലെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദ സീൻ. യുനോ എനിക്ക് തന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ തോക്കുണ്ട് കയ്യിൽ, പോയി ബെഡ്മ കെടുക്കുക, ഇവ വന്ന് അടുത്ത് കെടുക്കും, അത്രേ ഉള്ളൂ. ഞാൻ ചിന്തിച്ചു പോലില്ല ഞാൻ ആ ഷോട്ടിൽ എന്താ ചെയ്തതെന്ന്. ഐ എം നോട്ട് ടൂട്ടിങ് മൈ ഓൺ ഹോൺ. ഓക്കെ ഞാൻ ആക്ച്വലി പറയണം, ഐ വാസ് ജസ്റ്റ് ദിസ് ഈസ് എ ബ്യൂട്ടി ഓഫ് സിനിമ വെൻ എവ്രി വൺ കംസ് ടുഗെദർ ആൻഡ് ക്രിയേറ്റ്സ് എ സ്പേസ്. ദ വേ ചിതു created that space for me. You know, he let me play. കൂടുതൽ ഡയറക്ഷൻ തരാണ്ട് എനിക്ക് നീ ഇഷ്ടമുള്ളത് ചെയ്തോ, ഇതാണ് സാധനം, പോയി ചെയ്തോ, യുനോ. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് അത് കാരണം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഞാൻ സിനിമ മറ്റേ ട്രെയിലർ കാണുമ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് തന്നെ, ഞാൻ അവനെ ടാപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഗണ്ണിയും ടാപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഓട്ടോമാറ്റിക് തിങ് ആൻഡ് ഇറ്റ്സ് ഓൺലി താങ്ക്സ് ടു ദ ടീം, ഫോർ ഗിവിംഗ് മീ ദാറ്റ് കംഫർട്ടബിൾ സ്പേസ്. പിന്നെ വേറെ കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് അവന് ബെല്ലടിക്കുന്ന ഇതുണ്ടല്ലോ. അവന് ബെല്ലടി ആക്ച്വലി പേടിയുള്ള ഒരു കാര്യമാണ് ബിക്കോസ് ഓഫ് ഹിസ് പാസ്റ്റ്. അപ്പൊ ആ ഒരു മൂമെന്റ് ഇറ്റ്സ് സോ ഇമ്പോർട്ടന്റ് ബിക്കോസ് ഐ എം ഓൾസോ റിയലൈസിംഗ് ദാറ്റ് എന്റെ മകനും ഹി ഈസ് ഓൾസോ മൂവിംഗ് ഫോർവേഡ്, അലോങ് വിത്ത് മീ. ഐ തിങ്ക് ആബ്സല്യൂട്ട്ലി. അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വെൻ ഐ സോ ഇറ്റ് ഐ വാസ് ജസ്റ്റ് സോ ഹാപ്പി. പിന്നെ വേറൊരു ഐ തിങ്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് സീൻസ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ക്ലൈമാക്സിൽ നടക്കുന്ന ആ ട്വിസ്റ്റ്. ഞാൻ കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, എനിക്ക് എങ്ങനെയോ ദൈവം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നു, ജസ്റ്റ് ടു എക്സ്പ്ലോർ സോ മച്ച്. ഐ എം
വെരി ഗ്രേറ്റ്ഫുൾ. ഇത്രയും പെർഫോമൻസ് അവിടെ ചെയ്യുന്നുണ്ട് പല സീക്വൻസുകളിൽ. ഇതിൽ ക്യാരക്ടർ സ്വാപ്പുകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം തിയേറ്ററിൽ ഒരു പ്രേക്ഷകയായിട്ട് കാണുന്ന സമയത്തേക്ക് ഓക്കെ ജഡ്ജ്മെന്റ് ഉണ്ടാവില്ലേ, ഓക്കെ ഇതിന് ഇമ്പാക്ട് ഉണ്ട്, ഇത് ഇമ്പാക്ട്ഫുൾ ആണ്, ഇത് ആളുകൾക്ക് വർക്കായി. ഈ തിയേറ്ററിൽ കാണുന്ന മൊമെന്റ് ബാലൻ എന്തായിരുന്നു? ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എസ്പെഷ്യലി ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എൻ്റെ മെയിൻ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇത്രക്കും സമയം ഞങ്ങൾ എല്ലാവരും ഒരു ടീം എങ്ങനെയോ ഒരു കുട്ടീനെ പോലെ നോക്കി വളർത്തി ഉണ്ടാക്കിയൊരു സിനിമയാണ് ഇത്. ഞങ്ങൾ ഫൈനലി വി ആർ ഗിവിങ് ഇറ്റ് ഓഫ് ടു ദി ഓഡിയൻസ്. സോ അതെനിക്ക് കാണണമായിരുന്നു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം മാത്രമല്ലേ അറിയുള്ളൂ. സോഷ്യൽ മ്യൂസിക് എങ്ങനെയാ ചെയ്യുക, വിവേക് ഏട്ടൻ എങ്ങനെയാണ് സിനിമ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷൈജുക്കാരുടെ വിഷ്വൽസ് എങ്ങനെയാണ് എല്ലാം ഒരുമിച്ച് വരിക, അപ്പൊ അതൊന്നും നമുക്കറിയില്ല. അപ്പൊ അത് കാണാനായിരുന്നു എനിക്ക് എൻ്റെ മെയിൻ എക്സൈറ്റ്മെന്റ്. അതല്ലാണ്ട് എനിക്ക് അമ്മേനെ കാണണമായിരുന്നു. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വെറും ഒരു അഡ്വക്കേറ്റ് ആണ്. എനിക്ക് അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എനിക്ക് അവളുടെ തോട്ട്സും അവളുടെ തോട്ട് പ്രോസസ് എനിക്ക് അവളെ പറ്റി എല്ലാം അറിയാം, പക്ഷെ ഐ ഹാവൻ മെറ്റ് ഹർ യെറ്റ്. അപ്പൊ അവളെ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലോ. that was my main, like two main things. It was amazing, felt amazing, especially പ്രിവ്യൂ രാത്രി ഞങ്ങൾ ആരും സിനിമ കണ്ടില്ല. We all wanted to watch it FTFS. Amazing feeling, so ഈ happy. പറഞ്ഞ പോലെ ലൈഫ് ലോങ് ചെറിഷ് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റസ്റ്റ് മൊമെന്റ് എന്നൊക്കെ പറയുന്നുള്ളൂ. ഇത്ര ആൾക്കാർ ഈ സിനിമ കാണുന്നു, കൈയടിക്കുന്നു. ആബ്സല്യൂട്ട്ലി. ആൻഡ് ഡെബ്യൂ എന്ന് പറഞ്ഞാൽ അതാകെ ഒരു പ്രാവശ്യം നടക്കുള്ളൂ ജീവിതത്തില്. സോ ഐ എം വെരി ലക്കി, വെരി ഹാപ്പി ദാറ്റ് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് എന്റെ ഡെബ്യൂ ആയി എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ വെരി ഹാപ്പി. ഈ റിയാക്ഷൻ പറ്റി ഇപ്പോഴും പറയല്ലോ, ഈ പറഞ്ഞ ഡയലോഗ് ഇല്ലാതെ ഒരു മൊമെന്റ് ഉണ്ടാക്കുക സ്ക്രീനിൽ. അത്തരത്തിൽ ബാലൻ കണ്ടപ്പോൾ എനിക്ക് ട്രെയിലർ മുതലേ എന്നെ ഭയങ്കര ഹുക്ക് ചെയ്ത ഒരു റിയാക്ഷൻ ആയിരുന്നു. ഈ കമ്മലിടുന്ന സമയത്ത് മിററില് ഈ പുറകുന്ന് ഈ ഷംനാത്തയുടെ വിളിയില് ഇവർ ടോട്ടൽ മറ്റേ പൊളിഞ്ഞു പോയല്ലോ. തിരിയണോ, തിരിയണ്ടേ, തിരിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവരെന്ത് പറയും, ഞാൻ പെട്ടുപോയല്ലോ, ഇതെല്ലാം ആ കണ്ണ് ഭയങ്കര ബൾജ് ചെയ്ത് ആ റിയാക്ഷൻ ഉണ്ടായിരുന്നു. I think credit to Jittu again. കാരണം എന്താ പറയാ, the way he is given space for silences in the film, really helped me. എനിക്ക് silences ഭയങ്കര ഇഷ്ടമാണ്. കാരണം silences ആണല്ലോ, like I feel like they carry more weight എന്നും കൂടെ പറയാം അല്ലേ. അപ്പോ ഒരു ലൈനും ഒരു വേർഡും ഇല്ലാണ്ട് ഒരു സാധനം എങ്ങനെ ഇമോട്ട് ചെയ്യാം. ഐ മീൻ ഇറ്റ് വാസ് ഡാം ഫൺ ടു ഡു ഇറ്റ്. അത് ഞാൻ എങ്ങനെ ചെയ്തു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ സ്ക്രിപ്റ്റ് പ്രെപ്പ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എല്ലാ സീനിന്റെയും അവളുടെ ഇന്നർ തോട്ട്, അത് ഏത് സെക്കൻഡ് ആയാലും അവളുടെ ഇന്നർ തോട്ട് എന്താണെന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയും അതായിരുന്നു എൻ്റെ മനസ്സിൽ മെയിൻ കാര്യം ഉണ്ടായത്. അല്ലാതെ എന്റെ മുഖം ഇങ്ങനെ വരണം, ഞാൻ ഇങ്ങനെ ഇമോട്ട് ചെയ്യണം എന്ന് അങ്ങനെ ഒന്നും പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷംനാത്താനെ കണ്ടപ്പോ ഇതാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളെല്ലാം അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ബട്ട് ഇറ്റ് വാസ് എ ഡാം ഫൺ സീൻ. എനിക്ക് ഷംനാത്താന്റെ കൂടെയുള്ള സീൻസ്, അതും എന്താ ബീന ചേച്ചി ഈസ് അമേസിങ്. എന്താ പറയാ, അത്രക്കും നമ്മൾ എക്സ്പീരിയൻസ്, ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അത് ഓൺ സ്ക്രീൻ ആണെങ്കിലും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയമാണെങ്കിലും ഷീ വാസ് ഇൻക്രെഡിബിൾ. അത് എങ്ങനെയോ ഷീ ഈസ് ഈസിങ് ഇൻ ടു ഇറ്റ്, ഈസിങ് ഔട്ട് ഓഫ് ഇറ്റ്. കട്ട് കഴിഞ്ഞാൽ നമ്മള് ബീന ചേച്ചിയായി. അമേസിംഗ് ആയ. ഞാൻ അടുത്ത ബീന ഒപ്പമുള്ള സീക്വൻസ് ചോദിക്കാൻ വരെയായിരുന്നു. ഓൾറെഡി അമ്മയ്ക്കും മകനും ഒരു ഭയമുണ്ട്. ഈ അമ്മയ്ക്ക് ലൈഫ് ലോങ് ഈ ഓട്ടത്തിന്റെ കൂടെ ഈ ഭയം കൊണ്ടാണ് പോകുന്നത്. പക്ഷെ ഇവർ ശരിക്കും ടെറിഫൈഡ് ആവുന്ന മൊമെന്റ് കാണിക്കുന്നത് ഞാൻ ബീന ചേച്ചി തിരിച്ചു വരുന്നിടത്താണ്. അതിൽ ഈ ഹൊറർ ബിൽഡാണ്. ഈ പറഞ്ഞ ഇവളുടേതായിട്ടുള്ള എല്ലാ ടെൻഷനും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇവരെന്ത് ചെയ്യും, എന്തും ചെയ്യുന്നറിയാം, ഇവിടെ എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ വരുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ ബീന ചേച്ചിയുടെ ട്രിഗറിങ് ഉണ്ട്, അവരുടെ ഒരു ഡോമിനേഷൻ ഉണ്ട്. അവിടെ നിന്ന് ഈ പറഞ്ഞ നെക്സ്റ്റ് ഒരു മൊമെന്റ് സംഭവിക്കുന്നു. വാട്ട് എവർ ഈ ബീന ചേച്ചി ഷംനത്ത് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു പക്ഷെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സൂത്രധാരനിലെ ദേവുമേക്ക പോലെ കണക്ട് ആവുന്നത് അവിടെയായിരുന്നു. ഈ ഷംനത്തായിട്ടുള്ള കോമ്പിനേഷൻ സീനുകൾ, പ്രത്യേകിച്ച് വീടിനകത്തുള്ളത്, അതിൽ ഈ പറഞ്ഞൊരു ഈസ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റാപ്പ് എന്തായിരിക്കണം എന്ന് ഫിക്സ് ചെയ്യുന്നത്, ഇൻഫീരിയർ സുപ്പീരിയർ ഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു റിഹേഴ്സലും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ജയിലില്, നമ്മൾ ആദ്യത്തെ ഒരു ജയിൽ സീക്വൻസിൽ അത് എന്താ പറയാ, ബീന ചേച്ചിക്ക് ലൈൻസ് റിഹേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഇത് ചെയ്തതാണ്. പക്ഷെ അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ വി ജസ്റ്റ് പ്ലേഡ് എന്ന് പറയാം. ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു എനിത്തിങ്. അത് ബീന ചേച്ചി തന്നെ എനിക്ക് തന്നു സീനിന്റെ. എനിക്ക് ഒരു പ്രെപ്പും അതിന് ആവശ്യം വേണ്ടി വന്നില്ല.
പിന്നെ ചേച്ചിയുടെ മുഖവും ദ വേ ഷീ ഈസ് ടോക്കിംഗ് ദ വേ ഷീ ഈസ് ജസ്റ്റ് ബീയിങ് ആസ് ഷംനാത്ത, അത് ഓൾറെഡി അത് നമ്മുടെ ഇമോഷൻ അതിങ്ങനെ ഇവോക്ക് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി വന്നതാണ് കേട്ടോ. ബട്ട് ഇറ്റ് വാസ് മാഡ് ഫൺ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ സീനിനെ പറ്റിയിട്ടൊന്നും സംസാരിച്ചിട്ടൊന്നും ഇല്ല. കട്ട് കഴിഞ്ഞാൽ ആ മോളെ ഓക്കെ ശരി എന്തൊക്കെ ഉണ്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് വാസ് ജസ്റ്റ് ദാറ്റ്. ഈ അമ്മ എന്നുള്ള ഇമോഷൻ പല തരത്തിൽ നമ്മൾ ലൈഫിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം. സിനിമയിൽ പല അമ്മമാരെ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാം ഈ വളരുന്ന സമയത്തെല്ലാം ഇങ്ങനെയുള്ള പല അമ്മമാരെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. അത് പല ഭാഷകളിലാവാം, നമ്മുടെ തന്നെ ഭാഷയിലായിരിക്കാം. അവിടെ നിന്ന് ഒരു അമ്മ വേഷം ചെയ്യുന്നു. ഈ അമ്മയാവുന്ന സമയത്ത് ഇതിൽ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ തലയിൽ ഒരു 100 അമ്മമാര് ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് ബെറ്റർ വൺ ചൂസ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് ഫർസാന ആസ് എൻ ഇൻഡിവിജ്വൽ അമ്മ എന്ന ഇമോഷൻ കാണുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. റെഫറൻസ് ആയിട്ട് ഞാൻ മെയിൻലി ഉപയോഗിച്ചത് ഒരു ഡോക്യുമെന്ററി ആണ്. അതിന്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അതില് ഒരമ്മ ജയിലിലാണ്. ഷീ ഗിവ്സ് ബർത്ത് ടു ഹെർ ചൈൽഡ്. അപ്പോൾ അതെനിക്കൊരു ഗ്രേറ്റ് റെഫറൻസ് പോയിന്റ് ആയിരുന്നു. ബിഫോർ ദിസ് ഈ ബാലൻ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നതിന് മുന്നേ അവളുടെ ജീവിതം ആ ജയിലിന്റെ ഉള്ളില് എന്തായിരിക്കുമോ എന്നുള്ള അപ്പൊ അതിനൂടെ എനിക്ക് കുറെ ഇൻസ്പിറേഷൻ കിട്ടി. അല്ലാതെ നമ്മുടെ മലയാളത്തിൽ ഞാൻ അങ്ങനെ കുറെ റീസെർച്ച് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓവർ ഗിവിങ് പാവപ്പെട്ട അമ്മമാരാണല്ലോ നമ്മുടെ സിനിമയിലുള്ള. അപ്പൊ ഇത്രക്കും ഒരു ക്രുക്കഡ് അമ്മേനെ ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. എക്സെപ്റ്റ് ഫോർ മേ ബി ഗോഡ് ഫാദറില്. അതെ. പക്ഷെ അത് ക്രുക്കഡ് ആണെന്ന് ഞാൻ പറയില്ല. എന്നാലും സെൽഫിഷ് ആണ്. പക്ഷെ ഇത്ര ഷീ ഈസ് നോട്ട് ലൈക്ക് ദിസ് അമ്മ. ഞാൻ ഇതുവരെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറെ കാര്യങ്ങള് ഇതിന് ആക്ച്വലി വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയും ഓഫീസിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ അനിയന്മാരെ നോക്കിയിരുന്നു. എൻ്റെ ആദ്യത്തെ അനിയൻ ഞങ്ങൾക്ക് 4 വർഷമുള്ള ഒരു ഡിഫറൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ അനിയൻ 14 വർഷമുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അന്ന് മുതൽ ഐ വാസ് ബേസിക്കലി ദ സെക്കൻഡ് മോം. ഇൻഫാക്ട് എൻ്റെ അനിയൻ സിനിമ കണ്ടു കഴിഞ്ഞ് പറഞ്ഞു, നീ അവൻ്റെ കൈ പിടിച്ച് നടക്കും. അത് ഞാൻ കണ്ടപ്പോ എനിക്ക് നമ്മളെയാണ് ഓർമ്മ വന്നത്. നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ നീ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ. അപ്പൊ അതൊരു കാര്യം. അങ്ങനെ ആ മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് എൻ്റെ ഉള്ളിൽ ഓൾറെഡി അത് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ കൂടെ ഞാൻ ജോലി ചെയ്തപ്പോ അവിടെ 2 കാര്യം ഞാൻ പഠിച്ചത് എംപത്തിയും പിന്നെ ഒബ്സർവേഷനുമാണ്. ദ 2 വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഫോർ അമ്മ. അതെ, ആബ്സല്യൂട്ട്ലി. എനിക്ക് മദർഹുഡ് എന്ന് പറയുമ്പോൾ റെസ്പെക്റ്റ് ലൈക്ക് കൂടി 100,000 ടൈംസ് കൂടി. അത് മദർഹുഡ് മാത്രമല്ല, പക്ഷെ ഒരു പേരൻറ്ഹുഡ്. ഞാനൊരു അമ്മയല്ല, ഞാനൊരു പേരൻ്റ് അല്ല. എനിക്ക് അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ്, അവരെങ്ങനെയാണ് ഹൗ ദേ ഗോ ത്രൂ ദ ജേർണി. കാരണം എവ്രി വൺ ഇസ് എ മദർ ഓർ എ ഫാദർ ഫോർ ദ ഫസ്റ്റ് ടൈം. അവരാരെയും പഠിപ്പിച്ചിട്ട് വരുന്നതല്ല. അവർ ഓട്ടോമാറ്റിക്കലി വന്ന് അവർ സ്വന്തം പഠിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. സോ ആ ഒരു സാധനം എനിക്കറിയില്ല. പക്ഷെ ഓ മൈ ഗോഡ്, എനിക്ക് ആലോചിക്കാൻ വയ്യ. ഒരു കുട്ടീനെ പൊന്നുപോലെ നോക്കി വളർത്തി ആ കുട്ടീനെ എങ്ങനെയാണ് ഈ ലോകത്തിലേക്ക് വിടുന്നത്? ഹൗ ഡു യു ട്രസ്റ്റ് എ വേൾഡ് വിത്ത് യുവർ ചൈൽഡ്? അല്ല, ഇറ്റ് ടേക്സ് an immense amount of strength to do that. അപ്പോൾ motherhood for me is just like and fatherhood. I'm going to consider both. പക്ഷെ immense amount of respect for parents. എനിക്ക് ആലോചിക്കാൻ വയ്യ. It's just it takes some godly amount of strength to be a parent. വലിയ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. Absolutely. അതിൽ സക്സസ് ആവാന്നുള്ളത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ളതല്ല. ബിക്കോസ് അവരും ഒരു ചൈൽഡ് ആയിരുന്നപ്പോൾ എവറിത്തിങ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ എക്സ്പീരിയൻസ്. അവർക്ക് അറിയുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല അവർക്ക് ചെയ്യാൻ പറ്റുക. സെയിം ആസ് അമ്മ. അവൾക്ക് കുറച്ച് കാർഡ്സ് കിട്ടി, ലൈഫ് ഡെൽറ്റ് her with a few cards. ആ കാർഡ്സ് കൊണ്ട് അവൾ കളിക്കുന്നു, അത്രേ ഉള്ളൂ. അവൾക്ക് പ്രിവിലേജ് ഇല്ല. അവൾക്ക് അറിയാവുന്ന രീതിയിൽ മാത്രം അവള് അവന്റെ മകന് വേണ്ടിയിട്ടൊരു ജീവിതം നൽകുന്നു. ബാലൻ സിനിമ കണക്ട് ആവുന്നതിൽ പെർഫോമൻസുകൾക്ക് ഒരു മേൽക്കൈ ഉണ്ട്. അതിൽ തന്നെ ഈ 1-to-1 ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസുകൾ, അത് ഈ പറഞ്ഞ ഷംനാഥയായിട്ടുള്ളതാണെങ്കിലും ബാലനും അമ്മയായിട്ടുള്ളതാണെങ്കിലും അല്ലാതെ എല്ലാ തരത്തിലും അതിൽ പ്രോപ്പർ ഇമ്പാക്റ്റ് ഉണ്ട്. അത്തരത്തിൽ തന്നെ സിനിമയുടെ ഒരു എപ്പിസോഡിക് ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ അമ്മാമ്മയായിട്ടുള്ള സീക്വൻസുകൾ, അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു തരത്തിലും ഈ സിനിമാറ്റിക് അല്ലെ ആക്ടിങ് ബാക്ക്ഡ്രോപ്പ് എന്ന് വരുന്ന ഒരാളല്ല.
അവരുടെയും ഡെബ്യൂ ആണല്ലോ, നിങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ്, ആ കോൺട്രാസ്റ്റിലാണ് ആ എപ്പിസോഡ് എല്ലാം വർക്ക് ആവുന്നത്. അതെന്താണ് ശരിക്കും ഈ പറഞ്ഞ അമ്മാമ്മേനെ കൗണ്ടർ ചെയ്യണം. അതിൽ തന്നെ എനിക്ക് രസമുള്ള മൊമെന്റ് ആയി തോന്നിയത്, വിഷം തന്ന് കൊല്ലുന്നു പറഞ്ഞു കഴിയുമ്പോൾ ഊതിക്കൊണ്ട് കേറി വരുമല്ലോ ഇത് കൊടുക്കുന്നത്, അതിൽ വിഷമൊന്നുമില്ല ചുമ്മാ പറഞ്ഞതാ. അതിലൊന്നൊരു ഈ പറഞ്ഞൊരു അതിനാടകീയതയൊന്നും തോന്നുന്നില്ല, വളരെ ഓർഗാനിക് ആണ്. ഡോളിയമ്മയാണ് ആക്ച്വൽ സ്റ്റാർ. ഷീ ഈസ് അമേസിങ്. ഒരു ബിഗ് ബോൾ ഓഫ് എനർജി ആണ് പുള്ളി. എന്താ പറയാ, ഭയങ്കര ഒരു പോസിറ്റീവ് ലൈവ്ലി പേഴ്സൺ ആണ്. പിന്നെ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്, നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ എല്ലാം പോകും. ഇറ്റ് ജസ്റ്റ് ലൈക്ക് ഒഴുകി പോകുന്ന ഒരു ഇതാണ്. എന്താ പറയാ, ലൈക്ക് എവ്രി വൺ ജസ്റ്റ് ലവ്ഡ് ഹർ സോ മച്ച്. ഞങ്ങൾ വയനാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ റേഞ്ച് ഇല്ല, ഞങ്ങൾ എല്ലാവരും ആ വീട്ടിലായിരുന്നു. അപ്പോൾ ലഞ്ച് ബ്രേക്കിനൊക്കെ ഫോണൊന്നും നോക്കാൻ പറ്റില്ല, എല്ലാവരും സംസാരിച്ചിരിക്കും. പക്ഷെ ഡോളിയമ്മ ഉള്ള ദിവസം വാസ് ഡാം ഫൺ. കാരണം ഞങ്ങൾ എല്ലാവരും ഡോളിയമ്മയുടെ റൂമിൽ പോയി ലൈനിൽ ഇങ്ങനെ നിൽക്കും. കാരണം ഡോളിയമ്മ കൈ വായിക്കും, മുഖം വായിക്കും, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യും, പാസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യും, അഡ്വൈസ് തരും. അപ്പൊ എല്ലാവരും ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ നിന്നിട്ട്, പിന്നെ ഡോളിയമ്മ സിനിമയെ കാണുന്ന പോലെ തന്നെയാ, ഷീ ഹാസ് നോ ഇൻഹിബിഷൻ. ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തുറന്നു വിളിച്ച് പറയും. അപ്പൊ ഇൻ എ വേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ബിസാർ സ്റ്റോറീസ് ഉണ്ടല്ലോ, എല്ലാവരുടെയും ലൈഫ് സ്റ്റോറീസ്, എല്ലാവർക്കും ഇങ്ങനെ ഓരോന്നോരോന്ന് we've received it, but it was a pleasure working with him. ലൊക്കേഷനിൽ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ്. absolutely ഡേ 1 ലൊക്കേഷനിൽ അതിൽ ഈ പറഞ്ഞ നെർവസ് ആയിരിക്കാം. ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്നതിന് മുന്നേ നെർവസ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ വലിയ സെറ്റപ്പിലാണല്ലോ ഈ പറഞ്ഞ അവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എനിക്ക് അതിൽ രസം തോന്നിയത്, ഇപ്പൊ സാരി ഉടുക്കുന്നത് മുതൽ ഇവര് ടോട്ടലി വേറെ തന്നെ ആളാണ്. എങ്ങനെയാണ് ഡേ 1 ലൊക്കേഷനിൽ എത്തുന്നത്? അതിന്റെ ഒരു ഫസ്റ്റ് ഷോട്ട് എന്തായിരുന്നു? ഈ പറഞ്ഞ സ്ത്രീയെ ആദ്യം കിട്ടുന്നത് എവിടെയായിരുന്നു? ഡേ 1 ഞങ്ങള് ട്രിവാൻഡ്രത്തായിരുന്നു. ബീച്ച് ഷോട്ട് ഇല്ല, ട്രെയിലറിൽ കാണുന്ന ബീച്ച് ഷോട്ട്. പിന്നെ ഒരു ഐഡൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഷോട്ടായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സീൻ. ഇറ്റ് വാസ് നെർവസ് ആയിരുന്നു ഇത്തിരി, ബട്ട് ഐ വാസ് വെരി എക്സൈറ്റഡ്. കാരണം ഇവരെല്ലാവരും ഇത്രയൊക്കെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയ ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു ബി, ഒരു പുതിയൊരു സെറ്റാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു സെറ്റിലോട്ട് വരുന്നത്. ഐ വാസ് ജസ്റ്റ് വെരി ഇൻട്രീഗ്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്സ് ഗോണ ഹാപ്പൻ. ക്യാരക്ടറിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്, ഞാൻ ഓഫ് കോഴ്സ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഷൂട്ടിന് ഒരു 10 ദിവസം സാരി ഇട്ടിട്ടാണ് എല്ലായിടത്തും നടന്നത്. എന്നാലും ഞാൻ ഈ സാരി, ഇവളുടെ ഈ പച്ച സാരി ഇട്ട് മിററിലോട്ട് നോക്കുമ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, അവിടെ നിന്ന് എന്തോ ഒരു ചെറിയൊരു അമ്മേനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. അത് ഞാൻ മറക്കില്ല. ആൻഡ് ഇറ്റ് വാസ് എ വെരി സ്പെഷ്യൽ മൂമെന്റ്. കാരണം ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ റൂമിൽ. യുനോ, സ്റ്റൈലിസ്റ്റ് വന്നു, നമ്മൾ ചേഞ്ച് ചെയ്തു, ഇനി അവർ പോയി, ഇനി നമ്മൾ ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ. ആ ഒരു സൈലന്റ് ടൈമില്ല, അതൊരു ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. കാരണം അത് ഐ ഫീൽ ലൈക്ക് നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, കുറേ ആൾക്കാരുടെ കൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി സംതിങ് ആസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദിസ് ഫോർ മീ, ഇങ്ങനെ ഈ അലോൺ ടൈം കിട്ടുന്നത് ഭയങ്കര റെയർ ആണ്. സോ ആൻഡ് ഐ എം എ വെരി പ്രൈവറ്റ് പേഴ്സൺ ഇൻ ഇറ്റ് സെൽഫ്. എനിക്ക് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു യുനോ ലൈക്ക് മൈ മീ ടൈം, വേറെ I was like okay, നമ്മൾ ഈ സിനിമ ചെയ്യാൻ പോവാട്ടോ എന്നുള്ളൊരു കാര്യം. ഈ എപ്പോഴും ആക്ടേഴ്സ് പറയുമല്ലോ, എത്ര പ്രിപ്പ് ചെയ്താലും വൺസ് ഈ അറ്റയറില് മേക്കപ്പില് പറഞ്ഞ മിററിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ഇയാളെ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതാണ്, ഇവിടെ ഞാൻ തുടങ്ങാൻ പോകുന്നത്. ഈ ഒരു മീറ്റർ ക്രാക്ക് ചെയ്യുന്ന വേണ്ടി എപ്പോഴും പറയാറുണ്ട്. ഇതിലിപ്പോ ഈ പറഞ്ഞ ഈ സ്ത്രീ ക്യാരക്ടർ സാരി എടുക്കുന്ന രീതി പോലും വ്യത്യസ്തമാണല്ലോ. ഡെയിലി ലൈഫിൽ ഫർസാന സാരി എടുക്കുന്ന പോലെയല്ലല്ലോ അവര് സാരി എടുക്കുന്നത്. അവര് വളർന്നു വന്ന സാഹചര്യങ്ങള്, അവരുടെ തന്നെ ഒരു ബാക്ക് സ്റ്റോറി ഇതിന് പുറകിൽ വലുതായി കിടപ്പുണ്ടാവും, നമുക്ക് പോലും അറിയാത്തത്, ഈ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ ഈ പെർഫോമൻസിലോട് നോക്കുവാണെങ്കിൽ, ഈ ഹോട്ടലില് ജോലി ചെയ്യുന്ന സമയത്തേക്ക് അടിച്ചു വാരുന്നത് മുതൽ ഇവരിൽ ഭയങ്കര പ്രിസൈസ് ആയിട്ട് ഈ ക്യാരക്ടർ എവിടെയും ബ്ലെൻഡ് ആവും, എന്തൊരു അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് അറിയാം. എനിക്ക് ചോദിക്കാനുള്ളത്, ക്യാരക്ടർ കിട്ടിയെന്ന് പറഞ്ഞു, ഇത് പെർഫോം ചെയ്ത് ഓക്കെ, ഉറപ്പായും ഡയറക്ടർ ജഡ്ജ്മെന്റ് ഉണ്ട്, ഇതാണ് ഓക്കെ ഷോട്ട് എന്നുള്ളത്. ഫർസാനയ്ക്ക് എവിടെയാണ് ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത്? അതായത് ഈ ഓൺ ദി ഗോ പ്രോസസ്സിലാണോ, ഫൈനൽ സ്ക്രീനിൽ കാണുമ്പോഴാണോ? ഡെഫിനറ്റ്ലി ഓൺ ദി ഗോ പ്രോസസ് തന്നെ ആയിരുന്നു. കാരണം സിനിമയുടെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എൻ്റെ ഫ്രം മൈ പെർസെപ്ഷൻ തോന്നുന്നത്, ദാറ്റ്സ് ദ ഓൺലി പ്ലേസ് വെർ വി ഹാവ് കൺട്രോൾ.
സിനിമ അത് റിലീസായി കഴിഞ്ഞാൽ പിന്നെ അത് ദെൻ ഇറ്റ്സ് അപ് ടു ദി ഓഡിയൻസ് ഫോർ ദം ടു ഫിഗർ അല്ലേ. പിന്നെ അത് സിനിമ നല്ലതാവോ മോശമാവോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി ദ പ്രോസസ്സ്, അത് എസ്പെഷ്യലി നമ്മുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആ 10 ദിവസം സ്ക്രിപ്റ്റിന്റെ കൂടെ ഇരുന്ന് യുനോ ആ ക്യാരക്ടറിനെ മീറ്റ് ചെയ്ത് അവളോട് സംസാരിച്ച് അങ്ങനെ എങ്ങനെയോ ഉണ്ടാക്കി വന്നൊരു സാധനമാണ്. ബിഗ് താങ്ക്സ് ടു ജിത്തു മാധവൻ ഫോർ ദാറ്റ്. കാരണം എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പുറത്തു പോകേണ്ട ഒരാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളെങ്ങനെയായിരിക്കും പറഞ്ഞ പോലെ തന്നെ സാരി എടുക്കുന്ന രീതി വേറെ ആയിരിക്കും, അടിച്ചു വാരുന്ന രീതി വേറെ ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ വേർ ഷീസ് കം ഫ്രം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് കുറെ കാര്യങ്ങൾ ഐ കാൺ യൂസ് ഇൻ ദ ഫിലിം. ഞാൻ എന്താ പറയാ, ജയിലില് ചിലപ്പോ ബാലന് പേൻ ഉണ്ടാവും തലയിൽ. ആ പേൻ വരെ അവൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്ത് അതെങ്ങനെയാണ് അവളെടുത്ത് കൊല്ലുന്നത്, അത് വരെ ഇറ്റ് വാസ് ഡൺ ഫൺ. ഐ മീൻ ഇതൊന്നും ആവശ്യമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു ഇതൊക്കെ. നമ്മുടെ ഒരു പ്ലേ ബുക്ക് പോലെ ഡാറ്റ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ഇത്രയെല്ലാം പറയുന്ന സമയത്ത് ഈ പോസ്റ്റ് റിലീസിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്ന കാര്യമായിരുന്നു സിനിമയുടെ കാസ്റ്റിംഗ് എന്നുള്ളത്. ഗണപതിയാണ് കാസ്റ്റിംഗ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒരുപാട് പേരെ കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫർസാനിൽ എത്തുന്നതും ഫർസാനെ ലോക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. എന്താ ശരിക്കും ഈ പറഞ്ഞ ഒരു ഫസ്റ്റ് വിളി എന്തായിരിക്കും ഇതിൽ ഈ ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എവിടെയായിരുന്നു? എന്തായിരുന്നു കാസ്റ്റിംഗ് പാർട്ട് എങ്ങനെയായിരുന്നു? എൻ്റെ ഉമ്മച്ചി എനിക്ക് കാസ്റ്റിംഗ് കോളിന്റെ ഒരു പോസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില്. ഓൺലൈൻ ഓഡിഷൻ, ഓഫ്ലൈൻ്റെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ ബോംബെയിലായിരുന്നു, ഞാൻ വേറെ ഏതൊരു പണിയിലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, ഓക്കെ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് എന്തെങ്കിലും പിടിക്കാന്ന് വെച്ചു. പിന്നെ ഇത് ഓൺലൈൻ ഓഡിഷൻ ആക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ എന്തെങ്കിലും അയക്കാം എന്ന് വെച്ചിട്ട് ഞാൻ മനസ്സിൽ വെറുതെ വെച്ചിട്ടുള്ളൂ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിന് പിറ്റേ ദിവസം വേറൊരു കാസ്റ്റിംഗ് ഡയറക്ടർ അമർബീർ ബാജ്വ എന്ന് പറഞ്ഞ ഒരാള്, ഞാൻ ഐ മെറ്റ് ഹിം 2 years ago, വേറെ ഏതോ ഒരു ഷോന് ഞാൻ മീറ്റ് ചെയ്തതാണ്, അതെനിക്ക് കിട്ടിയില്ല. അപ്പൊ അയാൾ എന്നെ മെസ്സേജ് ചെയ്ത് പറഞ്ഞു ഓക്കെ ഗണപതി കാസ്റ്റ് ചെയ്യുന്നുണ്ട്, വുഡ് യു ബി ഇൻട്രസ്റ്റഡ്, ഒരു ടേപ്പ് അയക്കുമെന്ന് ചോദിച്ചു. വെറും ഒരു ഇൻട്രോ, പിന്നെ സാരിയിലുള്ള 2-3 ഫോട്ടോസ്. അത് ഞാൻ അയച്ചു. പിന്നെ ഞാൻ അതിനെപ്പറ്റി അത്രയ്ക്ക് ചിന്തിച്ചില്ലായിരുന്നു, എനിക്ക് അറിയില്ല, ഞാൻ മലയാളത്തിൽ അങ്ങനെ ഒന്നും ചെയ്യാത്ത കാരണം എങ്ങനെയാ എന്താ സംഭവിക്കാൻ ഒരു ഐഡിയ ഇല്ല. ആകെ അറിയുന്നത് ചിദംബരം ചെയ്യുന്ന സിനിമയാണ്, ജിത്തു മാധവൻ ചെയ്യുന്ന അതന്നെ. അപ്പോ അന്ന് രാത്രി തന്നെ ഗണപതി എന്നെ വിളിച്ചു, പറഞ്ഞു ഓക്കെ 2 സീൻസ് അയക്കാൻ പോവാണ്, കഥ ഒന്നും പറയുന്നില്ല, പക്ഷെ ഇത് അയച്ച് പിന്നെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2 ടേപ്പ് അയച്ചു. അത് കഴിഞ്ഞ് പിന്നെ 3 ആഴ്ച ഒന്നും ഐ ഡിഡ്ന്റ് ഹിയർ ഫ്രം ദം. ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം. എന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് എന്നെ കൊച്ചിയിലേക്ക് വിളിക്കുന്നത്. ആദിശേഷനും ബാലൻ ആയിട്ട് അഭിനയിക്കുന്ന ആദിശേഷനെ മീറ്റ് ചെയ്യാനും അവന്റെ കൂടെയുള്ള കെമിസ്ട്രി ടെസ്റ്റ് നോക്കാനൊക്കെ ആയിട്ട് എന്നെ വിളിച്ചു. ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു, അതിൽ ഭയങ്കര എനിക്ക് രസമായി തോന്നിയത് ഈ സഞ്ജയ് ലീല ബൻസാലിന്റെ ഒപ്പം വർക്ക് ചെയ്യണമെന്നുള്ള ഓൺ ക്യാമറ സഞ്ജയോട് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫർസാന സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമ വ്യൂ ചെയ്യുന്ന രീതി, മേക്കേഴ്സ്, പെർഫോമൻസുകൾ, ഇതിൻ്റെ ഒരു അനാലിസിസ്, ഇതെല്ലാം വർഷങ്ങളായിട്ട് കൂടെയുള്ളതാണോ? സിനിമ തന്നെയായിരുന്നു പാഷൻ? എന്താ എനിക്ക് തോന്നുന്നു ആക്ടിങ്ങിലായിരുന്നു കൂടുതൽ. ഈ പറഞ്ഞ സിനിമയ്ക്ക് അപ്പുറം ആക്ടിങ്ങിനോട് ഭയങ്കര ഇഷ്ടം മനസ്സിലായിരുന്നു. എന്താ ശരിക്കും ഫർസാനയുടെ ഒരു കീ ഇഗ്നിഷൻ ഫാക്ടർ ഉണ്ടാവല്ലോ, ഇതായിരിക്കണം എൻ്റെ ഫീൽഡ്, ഞാൻ ഇനി പെർഫോം ചെയ്യണം, സ്ക്രീനിൽ വരണം, സ്റ്റേജിൽ വരണം, എൻ്റെ ഒരു ഐഡന്റിറ്റി, കരിയർ ഇവിടെ ആയിരിക്കാം, പാത്ത് ഇതായിരിക്കാം, ഇതിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഫർസാന ഇത് ചൂസ് ചെയ്യുന്നത് അതെന്താ മൊമെന്റ് എന്താ? ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഞാൻ സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്ക് അത്രക്ക് അങ്ങനെ അംബിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ട, എങ്ങനെ ചെയ്യണം എന്നുള്ള അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 7-8 വയസ്സാകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞ് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ നേരെ TV ഓൺ ചെയ്ത് ഞാൻ സിനിമ കാണും. അതായിരുന്നു എൻ്റെ മെയിൻ ഹോബി. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് ഓരോ ക്യാരക്ടറിൻ്റെയും ഡയലോഗ് ഞാൻ ഐ വുഡ് റിപ്പീറ്റ് ഇറ്റ്. അവരെ ആക്ഷൻസ് ചെയ്യും, പിന്നെ കുറേ ഇമാജിൻ ചെയ്യും, എന്താണോ ഞാൻ ഇവിടെ വന്ന് ഞാൻ അങ്ങനെ ഓക്കെ ഞാൻ ഡോർ അടക്കുന്നു, പിന്നെ ഞാൻ ഇങ്ങോട്ട് നോക്കുന്നു, ഞാൻ ഇയാളോട് സംസാരിക്കുന്നു. ഇത് ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഐ എം റിമെമ്പറിങ് ദാറ്റ് ഐ യൂസ് ടു ഡു ദിസ്, യുനോ. പക്ഷെ അത് സിനിമയാണ്, ഇത് ആക്ടിങ് ആണെന്നുള്ള ആ ഐഡിയ എനിക്ക് അപ്പോൾ ഒന്നും അറിയില്ല. പിന്നെ സ്കൂളിലായപ്പോഴും എനിക്ക് ആർട്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴും എനിക്ക് അറിയില്ല കേട്ടോ എന്താ ചെയ്യണം എന്ന് അറിയില്ല, പക്ഷെ ആർട്സ് വുഡ് ബി ഫൺ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ മൈ പേരൻസ് ലൈക്ക് പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ട് മോൾ എന്ത് വേണമെങ്കിലും ചെയ്തോ,
അപ്പൊ ഞാൻ സയൻസ് എടുത്തു. 11ാം ക്ലാസ് നല്ല ഉഷാറായി തോറ്റു എന്റെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ. എന്നാലും എന്താ പറയാ, കോളേജ് ജോയിൻ ചെയ്തിട്ട് ഓക്യുപേഷൻ തെറപ്പി പഠിക്കുമ്പോഴാണ് ഞാൻ ഈ തിയേറ്റർ ജോയിൻ ചെയ്യുന്നത്. അതും എങ്ങനെയോ എന്റെ മടിയിൽ വീണതാണ്. ഞാൻ എഡിറ്റോറിയൽ ടീമിൽ ഒരു മെമ്പർ ആയിരുന്നു, മണിപ്പാൽ. യെസ്. അപ്പോ അവിടെ ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട് എഡിറ്റർ പറഞ്ഞു, ഞാൻ ഏതോ ഒരു ഓഡിഷന് പോവാണ്, ഒരു ഡ്രാമ വരുന്നുണ്ടോ, വെറുതെ ഒന്ന് കാണാൻ. ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ വരാം, ശരി. അപ്പൊ അവിടെ പോകുമ്പോ ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ ഓരോരുത്തർ വന്ന് അവർക്കൊരു മോണലോഗ് കിട്ടും, അത് അവര് പെർഫോം ചെയ്യണം. അത് കഴിഞ്ഞ് എന്താ പറയാ, അവരോട് പറയും ഓക്കെ ഒരു തവളയായിട്ട് പെർഫോം ചെയ്യ്, കൈയില്ലാത്ത ഒരു മനുഷ്യനായി പെർഫോം ചെയ്യ്. ഇതുകൊണ്ടപ്പോ I was like, oh, this is very interesting, like I want to try this out. കാരണം സ്കൂളിൽ ഞാൻ ഡ്രാമ ഇതുവരെ ചെയ്തിട്ടില്ല, എന്നാലും ക്ലാസ്സിലത്തെ ക്ലൗൺ ആയിരുന്നു ഞാൻ. യുനോ, ഇൻഫാക്ട് ക്രിസ്മസ് സെലിബ്രേഷൻസിന് വരെ ഞാനായിരിക്കും സാന്റാക്ലോസ്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ ഐ ലവ് ടു ലൈക്ക് ബി ഓൾ ഔട്ട് ദെയർ. എനിക്ക് ഐ ലവ് ടു മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് മൈ സെൽഫ്. ഒരു കുഴപ്പമില്ല, നോ എംബാരസ്മെന്റ് ദെയർ. ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സ് ട്രൈ ദിസ്. അപ്പൊ ഞാനങ്ങനെ പോയി ഒരു സാധനം വായിച്ചു, എനിക്ക് ആ പ്ലേ കിട്ടുകയും ചെയ്തു. 2 ലൈൻ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആ പ്ലേ കിട്ടി. അങ്ങനെയാണ് ദാറ്റ്സ് വെൻ ഇറ്റ് ബിഗാൻ. പിന്നെ അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് ദുബായി പോയി. അവിടെയും ഞാൻ തിയേറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയോ ഞാൻ കോവിഡ് സമയമായിരുന്നു, എനിക്ക് തോന്നി യുനോ നൗ ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് ടു ട്രൈ സംതിങ് ന്യൂ, എന്തെങ്കിലും പുതിയത് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തോട്ട് ഓക്കെ ബോംബെ പോയി നോക്കാം, നമുക്ക് ഇത് ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പോയി വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. ഇത് തന്നെയാണ് എൻ്റെ എയിം, സിനിമ തന്നെയാണ് എൻ്റെ എയിം എന്നുള്ള കാര്യം അത്രയ്ക്കില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു എൻജോയ് മൈ ലൈഫ്. എനിക്ക് ഹാപ്പി ആയിട്ട് കഴിയണം. അത് റൈറ്റ് നൗ അറ്റ് ദ മൊമെന്റ് ഇറ്റ്സ് ആക്ടിങ്. ഐ ലവ് ടു പ്ലേ റോൾസ്. എനിക്ക് കുറേ വേഷങ്ങൾ ചെയ്യണം, കുറെ എക്സ്പീരിയൻസസ് വേണം. യുനോ, നമ്മൾ ജീവിതത്തിൽ യൂഷ്വലി എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ സിനിമയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതൊക്കെ എനിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതൊരു ഓക്കെ ഐ എം നോട്ട് സോ ഹാപ്പി സ്റ്റേറ്റിൽ എത്തുമ്പോൾ ഓക്കെ ഫൈൻ, നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. അന്ന് ആ ഇന്റർവ്യൂല് ഒരു പോർഷനിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കാൻഡിയിലെ ഹീത്ത് ലെഡ്ജറിനെ പറ്റി അധികം സംസാരിക്കാത്തതാണ്. അവിടെ അങ്ങനെ ഒരു ഒബ്സർവേഷൻ, ആ ക്യാരക്ടറിനെ പറ്റി സന്തോഷം തോന്നി കേട്ടപ്പോ. ഇങ്ങനെ ഇപ്പോഴും എല്ലാവരും ഒരു ജോക്കറിൽ ലോക്കാവുന്ന സമയത്താണ് കാൻഡി മെൻഷൻ ചെയ്തത്. ഈ സിനിമ കാണൽ അതൊരു റെഗുലർ കാര്യമാണോ ഈ പറഞ്ഞ ഡെയിലി ലൈഫിന്റെ ഒപ്പം ഈ സിനിമ പെർഫോമൻസുകളിൽ ലോക്കാവാം, അങ്ങനെ ഒരു വ്യൂവിംഗ് കൾച്ചറൊക്കെ എങ്ങനെയാണ് ശരിക്കും ഫർസാനയുടെ? എന്റെ വ്യൂവിംഗ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, എനിക്ക് ഇത്തരം തരത്തിലുള്ള സിനിമ മാത്രം കാണൂ, അതോ പെർഫോമൻസ് ഡ്രിവൻ സിനിമ മാത്രം കാണൂ, അങ്ങനൊന്നും ഇല്ല. ഞാൻ ടി-വിയിൽ വരുന്ന എല്ലാം കാണുന്ന ഒരാളാണ്. ചെറുപ്പത്തിൽ നമുക്ക് അത്രക്ക് എന്താണ് പറയാ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. TV ചാനൽസ് വരുന്ന കാര്യം നമ്മൾ കാണുന്നു, അതേ ഉള്ളൂ. പിന്നെ DVDs ഒക്കെ വന്നപ്പോ എന്താ പറയാ, ഒരു സിനിമ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അത് തന്നെ റിപ്പീറ്റഡ് സാധനം കണ്ടോണ്ടിരിക്കും. ഐ ലവ് കൺസിസ്റ്റൻസി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ എന്താ പറയാ, ഇറ്റ്സ് വെരി ഈസി ഫോർ മീ ടു ജസ്റ്റ് ലൈക്ക് എൻജോയ് ഇറ്റ് എ ലോട്ട് മോർ, യുനോ, ലൈക്ക് മോർ സർപ്രൈസസ് ടു വിറ്റ്നസ്. ഇപ്പോ I would love to watch more movies. I feel like ഞാൻ അത്രക്കും സിനിമ അത്രക്കും എക്സ്പ്ലോർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യണം. എല്ലാ തരത്തിലുള്ള സിനിമകളും എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. അത് കാണാനാണെങ്കിലും യുനോ ഇൻവോൾവ്ഡ് ആണെങ്കിൽ യുനോ അതിനാണെങ്കിലും I would love to do both. ഫർസാന പല രീതിയിൽ ഈ പറഞ്ഞ ലൈഫ് എൻജോയ് ചെയ്യണം, അതിൽ ആർട്ടിനെ ഫോളോ ചെയ്യുന്നു, പല തലങ്ങളിലൂടെ ആർട്ടിന്റെ പാർട്ടാവുന്നു. അതിലിപ്പോൾ വളരെ രസകരമായി കണ്ടൊരു വീഡിയോ IIT മുംബൈയിലൊരു പോയം റെസിറ്റേഷൻ സമയത്ത് പല നമ്മൾ ഫർസാനയെ നോക്കുമ്പോൾ പല രൂപത്തിൽ പല സ്റ്റൈലിൽ ഈ പറഞ്ഞ റെൻഡർ ചെയ്യുന്ന, സംസാരിക്കുന്ന, ഓഡിയൻസിനെ കയ്യിലെടുക്കുന്ന പല മൊമെന്റുകൾ കാണുകയാണ്. ശരിക്കും ഫർസാനയ്ക്ക് ഇപ്പോൾ ഒരു പോസ്റ്റ് ബാലൻ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും ഇനിയുള്ളൊരു പ്ലാൻ ഉണ്ടാവും? ഒരു ആഗ്രഹം പറഞ്ഞു പല സിനിമകളിൽ ചെയ്യണം, അതിൽ ഈ പറഞ്ഞ അഭിനയിക്കണം, എങ്ങനെയാണ് സിനിമയുടെ ഭാഗമാണെന്നുള്ള രീതിയിൽ ഇതിനൊരു പ്ലാൻ ഉണ്ടോ? അതോ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ബാലൻ മറ്റേ കോളുകളുടെ പെരുമഴയാണോ? എന്താ ശരിക്കും ഇനിയുള്ളൊരു കരിയറിന്റെ ഒരു ഡിസൈൻ വിഷൻ എന്നൊക്കെ പറയുന്ന പോലെ എന്തായിരിക്കും? എന്റെ ഡിസയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ എങ്ങനെയാണോ ജീവിച്ച് അങ്ങനെ തന്നെ എനിക്ക് ജീവിക്കണം. ഐ മീൻ ഐ എം നോട്ട് സേയിങ് എന്താ പറയാ, ബേസിക്കലി വാട്ട് ഐ മീൻ ഇസ് എനിക്ക് I just want to be happy. I just want to have my heart full. അത് ഞാൻ എന്ത് ചെയ്താലും
അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ബിക്കോസ് ഐ എം എ വെരി സിമ്പിൾ പേഴ്സൺ. എനിക്ക് രാവിലെ എണീറ്റ് എനിക്ക് എൻ്റെ ചായ വേണം, എനിക്ക് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാമിലി അറൗണ്ട് ദേ ഷുഡ് ബി ഹെൽത്തി, മൈ ഫ്രണ്ട്സ് ഷുഡ് ബി ഹാപ്പി ആൻഡ് ഹെൽത്തി. എല്ലാവരും ഓക്കെ ആയിരിക്കണം, എല്ലാവരും ഹാപ്പി ആയിരിക്കണം. എനിക്ക് അത്രയേ ഉള്ളൂ. ലൈക്ക് ദാറ്റ് ഈസ് ഓൾ ഐ നീഡ് ഫ്രം ലൈഫ്. ജസ്റ്റ് ലൈക്ക് ദീസ് സിമ്പിൾ മൊമെന്റ്സ് വി ക്യാൻ ഗെറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അപ്പോൾ അങ്ങനെ പ്ലാൻ ഒന്നുമില്ല. കോൾസ് ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ഐ എം വെരി എക്സൈറ്റഡ് ടു സീ വാട്ട് ഐ എം ഗോണ ഡു നെക്സ്റ്റ്. വെരി എക്സൈറ്റഡ് ടു ബി ഹിയർ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഓഡിയൻസ് മെമ്പേഴ്സ് അമ്മേനെ ഇത്രക്ക് കൈ തുറന്ന് ഇങ്ങനെ വെൽക്കം ചെയ്യുന്നത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല. സോ ഐ എം ജസ്റ്റ് ഹാപ്പി ടു ബി ഹിയർ. പ്ലാൻ ഒന്നുമില്ല. ഐ എം ജസ്റ്റ് വാക്കിംഗ് ത്രൂ. whatever falls on my path, I will take it. ഈ മലയാള സിനിമ ശരിക്ക് പറഞ്ഞ ദുബായിലൊക്കെ ആയിരുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്, മലയാള സിനിമ ജീവിതത്തിന്റെ പാർട്ടായിരുന്നോ? ഈ പറഞ്ഞ CD ഇട്ട് റിപ്പീറ്റഡ്ലി കാണുന്നതിലൊക്കെ മലയാള സിനിമ ഉണ്ടായിരുന്നു, പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു? ആബ്സല്യൂട്ട്ലി. ചെറുപ്പത്തിൽ ഞാൻ ഏഷ്യാനെറ്റും സൂര്യ ടിവിയിലും വരുന്ന എല്ലാ സിനിമയും ഇരുന്ന് കാണും. അതായിരുന്നു എൻ്റെ മെയിൻ ഹോബി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ടീനേജ് ഇയേഴ്സിൽ ഓഫ് കോഴ്സ് യു ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വെസ്റ്റ്, അല്ലെങ്കിൽ ഹിന്ദി സിനിമ, ഇംഗ്ലീഷ് സിനിമ, അതൊക്കെ കാണുമായിരുന്നു. പക്ഷെ ചെറുപ്പത്തിലായിരുന്നു എൻ്റെ മെയിൻ ലൈക്ക്. എന്താ ശരിക്കും ഒരു ഈ പറഞ്ഞ ഹീത്ത് ലെഡ്ജറിന്റെ പെർഫോമൻസ് അല്ലാണ്ട് പറയാൻ പറ്റുന്ന ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ സ്റ്റിൽ ചിൽസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ക്രീൻ മൊമെന്റ് പെർഫോമൻസ് ഏതായിരിക്കും? എനി ലാംഗ്വേജ്, എനി പടം, എനി ഇയർ? മലയാളത്തില് ലൈക്ക് ഐ ഓൾവേസ് സെഡ് മണിച്ചിത്രത്താഴ്. അത് എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല. ലൈക്ക് വാട്ട് ശോഭന ഹാസ് ഡൺ ഇസ് ജസ്റ്റ്, എനിക്ക് വാക്കുകളില്ല. വി ഓൾ നോ ദാറ്റ് ആൻഡ് ദാറ്റ് സിനിമ ഇൻ ഇറ്റ് സെൽഫ് ഇസ് സച്ച് എ ഹോൾസം മൂവി അല്ലേ. ഐ മീൻ ഡാൻസ് ഒരു ക്യാരക്ടറാണ്, ആ വീട് ഒരു ക്യാരക്ടറാണ്, പിന്നെ എല്ലാവരും പെർഫോം ചെയ്തത് ഇറ്റ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ. ഞാൻ റീസെന്റ് കണ്ട മോഹിനിയാട്ടം ഞാൻ കുറെ എൻജോയ് ചെയ്തു തിയേറ്ററിൽ നിന്ന്. അത് പദ്മയിൽ എവിടെയാണോ കണ്ടപ്പോൾ എല്ലാവരുടെയും കൂടി ഒരുമിച്ച് ഇറ്റ്സ് സച്ച് എൻ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി തിയേറ്റേഴ്സ് ഇൻ കേരള. ഞാൻ ഇപ്പോഴാണ് അത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ചെറുപ്പത്തില് തൃശ്ശൂരിലൊക്കെ എൻ്റെ ഉപ്പച്ചി ഉമ്മച്ചി എന്നെ കൊണ്ടുവരുന്നത്, പക്ഷെ എനിക്ക് അത്രക്ക് ഓർമ്മയില്ല. എനിക്ക് ആകെ ഒരു 10 രൂപയുടെ ഒരു വടാ സാധനം ഉണ്ട്, ബ്രിഞ്ചോ എന്തായിരുന്നു എന്റെ പേര്, വേറെ എന്തൊരു ഭജിയാണ്, മുളകല്ല ബ്രിഞ്ചോളാണ്. പക്ഷെ അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അത് കഴിക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഇവിടുത്തെ തിയേറ്റേഴ്സ് എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. മോഹിനിയാട്ടം വാസ് ഇൻക്രെഡിബിൾ. അത് എല്ലാ ക്യാരക്ടേഴ്സും ലൈക്ക് എവ്രി വൺ പിന്നെ ആ സൗണ്ട് നമ്മള് മുമ്പ് അവരുടെ ഡബ് ചെയ്ത സൗണ്ട് ഞാൻ എല്ലാ ഐ ജസ്റ്റ് ഇറ്റ് ടുക്ക് മീ ബാക്ക് എവ്രിവെയർ and I finally saw her face. It was beautiful to watch. A very fun experience. പിന്നെ റീസെന്റ് ഞാൻ ഹാംനെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആബ്സല്യൂട്ട്ലി. എന്റെ മെയിൻ ഒരു മൊമെന്റ് എന്ന് വെച്ചാല് ലാസ്റ്റില് ഈ സ്ത്രീ എന്താ അത് ചിരിച്ച് കരഞ്ഞ് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതിന്റെ മുന്നേ തന്നെ അവള് ചെയ്ത സെയിം സാധനം ഞാൻ ചെയ്തു. ആൻഡ് ഇൻ എ വേ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. കാരണം അതില് എന്താ പറയാ, ഹീസ് ഗിവിംഗ് ഇറ്റ് ടു ദി ഓഡിയൻസ് ആൻഡ് ദി ഓഡിയൻസ് ഗിവ്സ് ഇറ്റ് ബാക്ക്. അല്ല ദ സെയിം വേ ഐ ഫെൽ ലൈക്ക് I was completely just involved in it. അവരെനിക്ക് എന്തോ തന്നു, അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നു, അത് എടുത്തിട്ട് അവർ എനിക്ക് തിരിച്ചു തരുന്നു. It was amazing. What a performance by everyone in that film. ഭയങ്കര അടിപൊളിയായിരുന്നു. അതെ അതെ. എനിക്കൊന്ന് ക്ലോയി ജാവോടെയും വേറെ തന്നെ ഒരു സിനിമയായിരുന്നല്ലോ ഹാംലെറ്റ് വരുമ്പോഴത്തേക്കും. എനിക്ക് തോന്നുന്നു ഇത്രയും സംസാരിച്ച സ്ഥിതിക്കും ഞാൻ ലാസ്റ്റത്തേക്ക് മാറ്റി ചിതുവിനെ പറ്റി സംസാരിക്കാന്നുള്ളത്. ഈ പറഞ്ഞ ജാനേമൻ ചെയ്യുന്നുണ്ട്, മഞ്ഞുമ്മൽ വരുന്നുണ്ട്. മഞ്ഞുമ്മലിലൂടെ ഈ ഒരു ഓൾ ഇന്ത്യ സെൻസേഷൻ ഒക്കെ പറയുന്ന പോലെ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന പറയുന്ന കൺമണി പിന്നെ ഏറ്റുപാടുന്ന വലിയൊരു പോപ്പുലേഷൻ അവിടെയാണ് മൂന്നാമത്തെ സിനിമയായിട്ട് വരുന്നത്. അത് ബാലനാണ്. അതിനെ ഈ പറഞ്ഞ വിഷ്വലി പ്രസന്റ് ചെയ്യുന്നതിൽ നിങ്ങൾ രണ്ടുപേരും മുന്നിലുണ്ട്, അമ്മയും മകനും. ഈ വർക്കിംഗ് വിത്ത് ചിദംബരം, അതിൽ ഈ പറഞ്ഞ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ, ടെക്നിക്, അല്ലാതെയുള്ള കംഫർട്ട്, ലൊക്കേഷൻ, എന്താ ചിതു ആസ് എ മേക്കർ ഇപ്പൊ പറയാനുള്ളത്? I think what I'm really impressed by is his sureness. എല്ലാത്തിലും കൺവിക്ഷൻ ഉണ്ട്. എന്താണ് വേണ്ടത്, എങ്ങനെയാണ് അത് ഹൗ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ.
ദാറ്റ് വേ ഹീസ് ഇൻക്രെഡിബിൾ. ആൻഡ് അങ്ങനത്തെ ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ഫോർ ദി ആക്ടർ ടു ട്രസ്റ്റ് ദം ആൻഡ് ടു ഫോൾ. കാരണം നമുക്കറിയാം നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ പിടിക്കാൻ ആള് ബാക്കിൽ ഉണ്ടാവും നമുക്കറിയാം. അത് വലിയൊരു കാര്യമായിരുന്നു. ആൻഡ് റിയലി പ്രോപ്സ് ടു ഹിം. ആൻഡ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ദ ഫ്രീഡം ടു എക്സ്പ്ലോർ, ഫ്രീഡം ടു പ്ലേ. അത് കഴിഞ്ഞ് ഇപ്പൊ ഇഫ് യു ആർ ഡൂയിങ് സംതിങ് എക്സ്ട്രാ പുള്ളി എന്ന് പറയാം അത് ഇത്തിരി ഡ്രാമ കൂടി, അത് വേണ്ട, നമുക്ക് പിന്നെ യുനോ അങ്ങനെ പറയാം. പക്ഷെ എന്നാലും ഹി വാസ് ഇൻക്രെഡിബിൾ ടു വർക്ക് വിത്ത്. ആൻഡ് ഈവൻ ഒരു ഹെഡ് ഓഫ് ദ ഷിപ്പ് എന്ന രീതിയിൽ പുള്ളി സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും. യുനോ ഭയങ്കര ഒരു ഫൺ എൻവയൺമെന്റ് ആയിരുന്നു. സീൻസ് മാത്രമാണ് സീരിയസ്, പക്ഷെ കട്ട് ആക്ഷൻ അത് കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഓൾ ഫൺ. So like props to him, he's done a great job, I feel. അതുപോലെ തന്നെ മ്യൂസിക്കും absolutely ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അത് സുഷിൻ കഴിഞ്ഞ സംസാരിച്ചപ്പോൾ സുഷിനും പറഞ്ഞിരുന്നു സൈലൻസ് കുറെ ഇട്ട് കൊടുത്തു, അല്ലാത്ത ഏരിയകളിൽ മ്യൂസിക്കലി പ്ലേ ചെയ്തു എന്നുള്ളത്. അതിൽ തന്നെ എങ്ങോട്ടാ വലിയ രീതിയിൽ പോസ്റ്റ് റിലീസിൽ വലിയ റീച്ച് ആവുന്നു. ആളുകൾ മെസ്സി ഗോൾ അടിക്കുന്നതിൽ എങ്ങോട്ടാ, ഈ വേൾഡ് കപ്പ് ആയി ലിങ്ക് ചെയ്യുന്നു, എല്ലാ തരത്തിലും. ബാറ്റ്മാന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു എങ്ങോട്ടാ, എല്ലായിടത്തും ഈ പാട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നു. എങ്ങോട്ടാ പേഴ്സണലി ഇപ്പൊ താക്കോൽ ഉറപ്പായിട്ടുണ്ട്, എങ്ങോട്ടാ അല്ലെങ്കിൽ ഈ ഹുക്ക് ലൈൻ ജസ്റ്റ് ഗൂസ് ബംസ്. അത് ഞാൻ എസ്പെഷ്യലി ആ സ്പെസിഫിക് മൊമെന്റ് ഞാൻ പാട്ട് കേൾക്കുമ്പോ ഇറ്റ്സ് ലൈക്ക് അതെല്ലാം തിരിച്ചു വരുന്ന പോലെ, യുനോ. ആൻഡ് ഇറ്റ്സ് സച്ച് എ ഗ്രേറ്റ്, ഹീസ് സോ ടാലന്റഡ്, യുനോ. എന്താ പറയാ, just to take someone somewhere അല്ലേ, എന്നിട്ട് അവിടെ തന്നെ നിർത്തി, അവിടെ തന്നെ ലൈക്ക് യു സിറ്റ് ദം ഡൗൺ ആൻഡ് ഇത് ഫീൽ ചെയ്യുന്ന പറഞ്ഞിട്ട്, യുനോ. അത് കഴിഞ്ഞ് സോങ് കഴിഞ്ഞ് പിന്നെ അവര് പിന്നെ കേൾക്കുമ്പോൾ ദേ കം ബാക്ക് എക്സാക്ട്ലി വേർ ദേ വർ ബിഫോർ. അത് ഹീസ് ഇൻസെയിൻലി ടാലന്റഡ് ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. അതിപ്പോ എന്റെ റിപ്പീറ്റിലാണ്, പോയിട്ടില്ല. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഈ പറഞ്ഞ പോലെ ഗംഭീര ഡെബ്യൂ ആണ്. ഇതിന്റെ ഈ സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. മികച്ച ക്യാരക്ടേഴ്സ് ചെയ്ത് ഇനിയും ഈ പറഞ്ഞ പല പ്രായത്തിലുള്ള പ്രേക്ഷകരാണല്ലോ സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്നത്. എല്ലാവരും എക്സൈറ്റ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.